ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 46, അതായത് ഡേ 45. അപ്പോൾ 45 ഡേ സെലിബ്രേഷനൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ. അതിനേക്കാൾ ഹൈലൈറ്റ് ചെയ്തിരുന്ന കാര്യം സിജോ എന്ന ഒരാളുടെ റീ എൻട്രി. അപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു ഇന്ന് കയറിയിട്ട് ഒരുപാട് നല്ല കണ്ടന്റുകളും കാര്യങ്ങളെല്ലാം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ലൈവ് കാണാൻ ടൈം കിട്ടിയില്ല. ഇന്നത്തെ ദിവസം എനിക്ക് ലൈവ് കാണാൻ ടൈം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പിസോഡും പ്ലസ് എപ്പിസോഡും കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു റീ എൻട്രി, ഇത്രയും വലിയ പ്രേക്ഷകർ കാത്തിരുന്ന സംഭവങ്ങളൊക്കെ അവിടെ നടന്നിട്ട് സിജോൻ്റെ സ്ക്രീൻ സ്പേസേ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ. സിജോനെ കാര്യമായിട്ട് കാണിച്ചില്ല. സിജോ വന്നു, ആ ഇൻട്രൊഡക്ഷനിലുള്ളൊരു ഡയലോഗ് അടിച്ചു പോയി. പിന്നെ സിജോനെ കാണിച്ചിട്ടേ ഇല്ല. കൂടുതൽ നേരവും കാണിച്ചത് ഏഷ്യാനെറ്റിൻ്റെ സ്വന്തം മക്കൾ, ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസിൻ്റെ സ്വന്തം മക്കൾ ജബ്രികളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു കണ്ടന്റ് അവിടെ വന്നിട്ട് അത് യൂസ് ചെയ്യാണ്ട് ഇവരെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കണം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. പ്രേക്ഷകർ ഒന്നടക്കം പറഞ്ഞുകൊണ്ടിരിക്കണം ഞങ്ങൾക്ക് കാണണ്ട, ഈ ഒരു കോംബോ കാണണ്ടെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറ്റില്ല, നിങ്ങളിത് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇത് ഫോഴ്സ് ചെയ്ത് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ലൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈവിൽ ഇത് തന്നെയാണ്. പ്രൊമോയിൽ ഈ ഗബ്രികളുടെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നില്ല, ഇവർ തമ്മിൽ അടിച്ച് പിരിയാണ്, ഗബ്രി വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പം രാത്രി ലൈവ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ അടുത്തിരിക്കുന്നുണ്ട് കഥയും പറഞ്ഞിട്ട്. ഇതാണ് സിറ്റുവേഷൻ. നമ്മൾ കാണണ്ട, വേണ്ട, ഞങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല എന്ന് പറയാവുന്ന അത്രയും മാക്സിമം പറഞ്ഞു നോക്കിയിട്ടും ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരു എപ്പിസോഡിൽ സിജോൻ്റെ റീ എൻട്രി, ഇത്രയും നാൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നൊരു എപ്പിസോഡിൽ കൊണ്ടുവച്ചാക്കുന്ന കാര്യങ്ങളാണ് ഗബ്രി ജാസ്മിൻ തമ്മിലുള്ള പ്രശ്നം. ഞാനെന്ത് പറയാം, എനിക്ക് അതിനെപ്പറ്റി വേണ്ട. അത് നമ്മൾ ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ടാണ് ഇനി ഇവർ കൂടുതൽ കാണിക്കണേന്ന് നമുക്കറിയില്ല. എന്തായാലും അസൽ വെറുപ്പിക്കലായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സിറ്റുവേഷൻ. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴിക്ക് പോവുകയുമില്ല. ഒന്നില്ലെങ്കിൽ ഇഷ്ടമെന്ന് പറയണം, ഇഷ്ടമല്ല എന്ന് പറയണം. ഇത് പിന്നെ പറയാൻ ജാസ്മിൻ എന്തായാലും ഓപ്പണായിട്ട് സമ്മതിച്ചിട്ടുണ്ട് ഇഷ്ടമെന്നുള്ള കാര്യം. അത് ഗെയിമിൻ്റെ രീതിയിലാണോ അതോ റിയലായിട്ട് പറഞ്ഞാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ജാസ്മിൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമായിരുന്നു, ഗബ്രിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗബ്രിയെ തിരിച്ച് മറുപടിയും പറഞ്ഞ് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു രീതിയിലോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ക്ലാരിറ്റി ഇല്ലായ്മ അങ്ങ് മാറിയിട്ടുണ്ട്. ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാണ് അവർ നടന്നത്. അപ്പോൾ ക്ലാരിറ്റി ഇല്ലായ്മ അങ്ങ് മാറി നല്ല ക്ലാരിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും ഈ വേഷം കെട്ട് തന്നെ പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇവർക്ക് മര്യാദ കളിച്ചുകൂടെ, വെറുതെ ആവശ്യമില്ലാണ്ട് നാട്ടുകാരെ അവർ ആക്കും വാങ്ങി. എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. എപ്പിസോഡിൽ വരുമ്പോൾ സിജോൻ്റെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം നമുക്ക്. അപ്പോൾ സിജോ വന്നു, ഒരുപാട് ഫാൻസ് നല്ല സപ്പോർട്ട് കൂടി തന്നെയാണ് സിജോ തൊട്ട് കയറി വന്നാകണം എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം ഇപ്പോൾ ഓൺലൈൻ വോട്ടിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല സപ്പോർട്ട് സിജോനുണ്ട്. കാര്യമായ കണ്ടന്റ് ഒന്നും പുള്ളി ഹൗസിലുണ്ടായിരുന്നപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല സപ്പോർട്ടോട് കൂടി തന്നെയാണ് അകത്തോട്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ കയറി പുള്ളിയുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്, അതായത് ഒരു പൊടിക്ക് അഹങ്കാരം ഇല്ലേ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം പുറത്തെ കളി കണ്ടിട്ട് അകത്തോട്ട് കയറിയതാണ്. അപ്പം ഇനി അതായത് ഒരു വൈൽഡ് കാർഡിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് പുറത്തോട്ട് കയറിയത്. കാരണം പുറത്ത് നിന്ന് അത്യാവശ്യം സമയം കിട്ടിയിട്ടുണ്ട് കളികൾ എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ളത്. പുറത്തുള്ള ഇപ്പം അകത്തുള്ളവരും പുറത്തുള്ളവരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അകത്തുള്ളവരെല്ലാവരും പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അറിയുന്നുണ്ട്, കത്ത് കൈമാറുന്നുണ്ട്, പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി അങ്ങനെ പറയണ്ട. എന്നാലും സിജോൻ്റെ ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ, സിജോ ഇത്രയും സപ്പോർട്ട് കൂടിയുടെ അകത്തോട്ട് വരുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഇത്രയ്ക്ക് അങ്ങ് വയലൻ്റായിട്ട് സംസാരിക്കുക, എന്നെ ചലഞ്ച് ചെയ്തോ, പറ്റുമെങ്കിൽ അടിച്ച് എഴുത്തുന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ട് മതിയായിരുന്നില്ലേ എന്നാണ് എനിക്ക് തോന്നിയത്. സമയമുണ്ടല്ലോ, 45 ദിവസമായിട്ടുള്ളൂ, ഇനി സമയം ഇഷ്ടമാരെ കിടക്കുന്നു. അപ്പോൾ ഇത്ര കയറി വന്നപ്പോൾ തന്നെ ഇത്രയും വലിയ ഡയലോഗ് അടിച്ചപ്പോൾ എനിക്ക് അത്രയൊക്കെ ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഡയലോഗ്. കാരണം സിജോ എന്ന് ഞാൻ പ്രതീക്ഷ ഇങ്ങനെയല്ല, ഒരു സ്മൂത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സിജോ വയലൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സിജോക്കുള്ളൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോ പുറത്തുനിന്ന് വന്നതാണ്. അപ്പോൾ ഇതിനും വലിയ ഡയലോഗ് അടിച്ച് വന്ന വൈൽഡ് കാർഡുകളുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പകുതി പേരും ഇല്ല അവിടെ. അപ്പോൾ അതുപോലെ ആവാതിരുന്ന സിജോന് കൊള്ളാം, നല്ല രീതിയിൽ കളിച്ചാൽ. സിജോൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ സിജോ നല്ല രീതിയിൽ സംസാരിക്കും, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ അറിയാം. അതല്ലാണ്ട് അതിൽ കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച് ടാസ്ക് കളിക്കുന്നതോ അല്ലെങ്കിൽ മൈൻഡ് ഗെയിം കളിക്കുന്നതോ ഒക്കെ ഒന്നും സിജോയിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പിന്നെ ഫാൻസ് പറയുന്ന പോലെ കയറി വന്നാലേ നമുക്ക് അപ്പോൾ സംസാരിക്കാനെ പറ്റി. അപ്പോൾ എന്തായാലും സിജോൻ്റെ കാര്യത്തിലുള്ള പ്രതീക്ഷയൊക്കെ എനിക്ക് ഏകദേശം തീർന്നിട്ടുണ്ട്. പിന്നെ ഈ ജാസ്മിൻ ഗബ്രി കോംബോ ഇന്നത്തെ പ്രൊമോയിൽ പോലും ഈ സാധനം തന്നെ എടുത്തിട്ട് വെച്ചേക്കുന്നത്. മെഗാ സീരിയൽ പോലെ ആക്കി വെച്ചിട്ടുണ്ട് ബിഗ് ബോസ്. ഏത് ഡയറക്ടറാണ് ഈ പരിപാടിയൊക്കെ തീരുമാനിച്ച് കാണിക്കണമെന്ന് അറിയില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞാൽ ഇത്രക്ക് തരം താഴ്ന്ന രീതിയിലുള്ള മാറ്റിപ്പിടിക്കലായി പോയല്ലോ എന്ന് എനിക്ക് പറയാനുള്ളൂ. ലൈവ് കാണാനുള്ള ഇൻട്രസ്റ്റും പോയി. അതായത് നമുക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റുകൾ അകത്തുണ്ടെങ്കിൽ പോലും നമുക്ക് എപ്പിസോഡ് കാണാനോ ലൈവ് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സീസണായി പോയി. അതായത് ഫ്ലോപ്പ് എന്ന് തന്നെ പറയണം. ഒരുപാട് TRP റേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ചാനലിലൊക്കെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇത്രയൊക്കെ തരം താഴ്ന്നൊരു രീതിയിലോട്ട് ബിഗ് ബോസ് പോയത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല.
പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എടുത്ത് പറയേണ്ട കാര്യം പവർ റൂമിനോടുള്ള മത്സരിക്കാനുള്ള ടാസ്കിൽ ഡെൻ ടീം ജയിച്ചിരിക്കുകയാണ്. അത് ഭയങ്കര ട്വിസ്റ്റായി പോയിരിക്കുന്നത്. ഏറ്റവും കുറവ് ആളുള്ള ടീം കയറി അടിച്ച് ബാക്കിയുള്ളവരെയൊക്കെ അടിച്ച് മേലെ കയറി വന്നൊരു സിറ്റുവേഷൻ. ജിൻഡോയും നല്ലോണം കളിച്ച്, അൻസുബയും നല്ലോണം കളിച്ച്, അവരുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്ന് ജാസ്മിനും നല്ലോണം കളിച്ച് അടിപൊളി ഗെയിമായിരുന്നു അവരുടെ. ആ ഒരു ടീമിൻ്റെ ഗെയിം എന്തായാലും അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ലോണം പെർഫോം ചെയ്തു. നല്ല അർഹിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ ആ ഒരു പൊസിഷനിലോട്ട് എത്തിക്കുന്നത്. ഇനി നാളത്തെ ടാസ്കിൽ ജയിച്ച് പറയുന്ന ടീം പവർ റൂമിലും കൂടി കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കണ്ടന്റുകൾ എന്തായാലും നമുക്ക് അടുത്ത വീക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം പറ്റിയ ആൾക്കാരാണ് ജാസ്മിനും ജിൻഡോയും, വേറെ ആരും വേണ്ട. അതും അലുവയും മീൻകറി എന്നൊക്കെ പറയുന്ന പോലെ അൻസിബയും അതിൻ്റെ അകത്ത് ഒരു തരത്തിലും മാച്ച് ആവാത്ത 3 ആൾക്കാരാണ്. അപ്പോൾ ഇവർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ജിൻഡോൻ്റെ ജാസ്മിൻ്റെയൊക്കെ ഒരു ഫൈറ്റും കാര്യങ്ങളെല്ലാം വെച്ചൊക്കെ ഒരു ടോം ആൻഡ് ജെറി ലെവൽ പിടിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ലെയർ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം കയറി വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അത് നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോയ ഒരു വൈബ് ഉണ്ടല്ലോ, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വൈബ് നമുക്ക് പോയി. എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് ഈ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ മാറണമെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ ഇവരൊക്കെ എന്തായാലും ഓൾറെഡി പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് വേണ്ട രീതിയിൽ കളിച്ച് ഇവരെല്ലാവരും ഒരു കോംബോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ജാസ്മിനും ജിൻഡോ ഒക്കെ കൂടി ഒരു കോമഡി ലെവലിലുള്ള കോംബോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്തായാലും. അപ്പോൾ പവർ ടീം അവർ കയറുകയാണെങ്കിലുള്ള കാര്യം. അപ്പോൾ നാളത്തെ ടാസ്കിൻ്റെ ഒക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുകയാണെങ്കിൽ നോറയുടെ അത്യാവശ്യം നല്ല വെറുപ്പിക്കലുണ്ടായിരുന്നു, നോറയുടെ കരച്ചിലുണ്ടായിരുന്നു, പിന്നെ നോറ അപ്സര തമ്മിലുള്ള ഇഷ്യൂ. ഇതൊക്കെ ഒന്നും എടുത്ത് പറയാനുള്ള കാര്യങ്ങളല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് വിചാരിച്ച് പറയണതാണ്. എടുത്ത് പറയാനും വേണ്ടിയുള്ള കണ്ടന്റുകൾ ഈ സീസണിൽ എപ്പിസോഡുകളിൽ ഓരോ ദിവസം തോറും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീപ്പൊരി മാറ്റി കാട്ടുതീയായിട്ട് വന്ന സിജോൻ്റെ തീ ബിഗ് ബോസിൽ ആളി കത്തുവോ അതോ ജബ്രികളുടെ പ്രേമനാടകത്തിൽ ബിഗ് ബോസ് മുങ്ങോ എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന വീക്കിൽ കണ്ടറിയാം. അതിൻ്റെ ഇടയിൽ ജിൻഡോ മച്ചാൻ്റെ പവർ ടീം കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടന്റ് കിട്ടും. എന്തായാലും ഒരുപാട് പ്രതീക്ഷകളൊന്നും വെക്കുന്നില്ല. സീസൺ 6ൻ്റെ അവസ്ഥ അതായതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളൊന്നും വെക്കാണ്ട് നമുക്ക് എന്തായാലും നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. അതുവരെ ബൈ.